വായനാദിനത്തിന്റെ പശ്ചാത്തലത്തിൽ 4 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള മാതൃഭൂമി വാരാന്തര പതിപ്പുകളുടെ അപൂർവ ശേഖരം സംരക്ഷിക്കുന്ന വായനാപ്രേമിയെ പരിചയപ്പെടാം. അന്നമനട സ്വദേശിയായ പനമ്പിള്ളി ജയകുമാറിന്റെ കൈവശമാണ് ഈ വിലമതിക്കാനാവാത്ത ചരിത്ര ശേഖരം. വായനാ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ 4 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള മാതൃഭൂമി വാരാന്ത പതിപ്പുകളുടെ അപൂർവ ശേഖരം സംരക്ഷിക്കുന്ന ഒരു വായനാപ്രേമിയെ പരിചയപ്പെടാം. അന്നമനട സ്വദേശിയായ പനമ്പിള്ളി ജയകുമാറാണ് ഈ വിലമതിക്കാനാവാത്ത ശേഖരത്തിന്റെ ഉടമ. 1986 ഒക്ടോബർ 19 മുതൽ ഇതുവരെയുള്ള മാതൃഭൂമി വാരാന്ത പതിപ്പുകളുടെ നിരവധി ലക്കങ്ങൾ ഇദ്ദേഹം സൂക്ഷിച്ചിരിക്കുന്നു. ഇവയിൽ പലതും 2 വോളിയങ്ങളായി ബൈൻഡ് ചെയ്ത് ഭദ്രമായി സംരക്ഷിച്ചിരിക്കുന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ മാതൃഭൂമി ദിനപത്രത്തിലെ വിദ്യാക്കോളം ആരംഭിച്ച കാലം മുതൽ പേജുകളും ജയകുമാറിന്റെ ശേഖരത്തിലുണ്ട്. സ്വകാര്യ സ്ഥാപനമായ ആയു കെയർ ആയുർവേദയിൽ ജോലി ചെയ്യുന്ന ജയകുമാറിന് പിതാവിന്റെ കാലം മുതലുള്ള മാതൃഭൂമിയുമായുള്ള ബന്ധമാണ് ഈ ശേഖരണത്തിലേക്ക് വഴി തെളിയിച്ചത്. പിന്നീട് പഴയ ലക്കങ്ങൾ ശേഖരിക്കുന്നത് ഒരു ഹോബിയായി മാറുകയായിരുന്നു. ശേഖരത്തിലെ ഏറ്റവും പഴയ മാതൃഭൂമി വാരാന്ത പതിപ്പ് 1939 ഏപ്രിൽ 30 പ്രസിദ്ധീകരിച്ചത്. 1946 സെപ്റ്റംബർ 29, നവംബർ 17 എന്നീ തീയതികളിലെ ലക്കങ്ങളും ശേഖരത്തിലുണ്ട്. അന്നത്തെ കാലത്ത് പത്രം 2 മടക്കാവുന്ന വലിപ്പത്തിലായിരുന്നു വാരാന്ത പതിപ്പിന്റെ രൂപകൽപ്പന. ഇന്ദിരാ നെഹ്റു എന്ന പേരിൽ ലണ്ടനിൽ ഉപരിപഠനത്തിന് പോയ ഇന്ദിരാഗാന്ധിയുടെ ചിത്രം, അൽബേനിയയെ പരിചയപ്പെടുത്തുന്ന എ മാധവമേനോന്റെ ലേഖനം എന്നിവ പഴയ ലക്കങ്ങളിലെ കൗതുകങ്ങളാണ്. 1948 ഏപ്രിൽ പതിപ്പിൽ ജി ശങ്കരക്കുറുപ്പിന്റെ ഗാന്ധിജിയും കലയും എന്ന ലേഖനവും ശ്രദ്ധേയമാണ്. അച്യുതമേനോൻ, EMS, MP വീരേന്ദ്രകുമാർ തുടങ്ങിയ പ്രമുഖരുടെ ലേഖനങ്ങളും സത്യജിത് റായുടെ പെട്ടിയുടെ കഥ, മലയാറ്റൂരിന്റെ ഓർമ്മയുടെ ആൽബം തുടങ്ങിയ കൃതികളും ഉൾപ്പെട്ടിരുന്ന വാരാന്ത പതിപ്പുകൾ അന്നത്തെ കാലഘട്ടത്തിലെ സാംസ്കാരിക ജീവിതത്തിന്റെ സമ്പന്ന പ്രതിഫലനമായിരുന്നു. പഴയ ലക്കങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോയ കാലത്തിന്റെ ഹൃദയസ്പന്ദനങ്ങൾ തൊട്ടറിയാൻ കഴിയുന്നതായി ജയകുമാർ പറയുന്നു. തുടങ്ങി അച്ഛൻ ഇത് വരുത്തിയായിരുന്നു. അങ്ങനെയാണ് ഇതിൽ താല്പര്യം തോന്നിയത്. അതിങ്ങനെ എല്ലാ ബുക്കായിട്ട് ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കണം. കുറേ ബുക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3 ബുക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി ചെയ്യാൻ കിടക്കുന്നുണ്ട്. എൻ്റെ വിദ്യ എന്ന കോളവും സൂക്ഷിക്കുന്നുണ്ട്. അത് ബുക്കാക്കിയിട്ടില്ല. അങ്ങനെ ഇത്ര നാൾ അങ്ങനെ ചെയ്തു പോരുന്നു. അച്ചടി, അവതരണം തുടങ്ങിയ മേഖലകളിലുണ്ടായ ചരിത്രപരമായ മാറ്റങ്ങളും ഈ ശേഖരം രേഖപ്പെടുത്തുന്നു. വിലമതിക്കാനാവാത്ത ഈ ചരിത്രശേഖരം കേടുപാടുകളില്ലാതെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് അന്നമനടയിലെ ഈ വായനാപ്രേമി. മീഡിയ ടൈം, മാള.